ഹായ്, ഇറ്റ്സ് മീ ഷെയ്യാസ് ഫ്രോം കോട്ട് ഡിസൈൻ. പുതിയൊരു കളക്ഷനാണ് ലിനൻ സിൽക്കിൽ വരുന്ന റൈറ്റ് കേട്ടോ. ലിനൻ സിൽക്ക് എന്നുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു എലഗൻസ് ഫീൽ ചെയ്യുന്ന ഒരു ഡ്രസ്സാണ്. ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്ക് വരും ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ. അതിലും ഫുള്ളി അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള നാച്ചുറൽ ഡൈ ചെയ്തിട്ടുള്ള സെറ്റാണ് ഇന്ന് കാണിക്കുന്നത്. 2 പീസ് ആണ് കേട്ടോ. അതും 3890. ആഫ്റ്റർ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് വരും 3390 ആയിരിക്കും റേറ്റ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫർ നടക്കുന്ന കാര്യങ്ങൾ അറിയാലോ, ഓഫറിന്റെ കണ്ടീഷൻസ് ഒക്കെ അറിയാലോ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങിയാലോ. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ്. മെറൂൺ കുറച്ച് ഡാർക്കർ മെറൂൺ തന്നെയാണ് വരുന്നത്. റെഡിഷ് മെറൂണിന്റെ ഒരു ഡാർക്കർ ടോൺ കേട്ടോ. അതില് ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. അടിപൊളി ഡിസൈനാണ് വരുന്നത്. ടോപ്പിലുള്ള പീസ് ഉണ്ടായിരിക്കും 2.5 meters ആയിരിക്കും. നെക്കിൽ ഇതുപോലെ വരുന്ന ഒരു പാനൽ പ്രിന്റ് ആട്ടോ വരുന്നത്. പാനൽ പ്രിന്റ് ആണ്. ഇനി വേറൊരു കാര്യം പറയാം, ഇത് നമുക്കൊരു ലെങ്ത് ഉണ്ടായിരിക്കാം 46 to 47 ആണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ലോങ് ആയിട്ട് ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 50 വരെ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ലെങ്ത് എടുത്തിട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ബാക്കിലേക്ക് ഷോർട്ട് ഉള്ളത് ടോപ്പിന്റെ അടിഭാഗത്ത് നമുക്ക് കിട്ടുന്നത് മേൽഭാഗത്തേക്ക് ജോയിൻ ചെയ്യാം. നെക്കിന്റെ ബാക്കിൽ നെക്കിന്റെ ആ പാർട്ടിലാണ് വരിക. ഒരു 4 ഇഞ്ചൊക്കെ ആയിട്ട് വരുമ്പോൾ അത്ര അറിയുന്നതല്ല, പക്ഷെ നമുക്ക് ലെങ്ത് കിട്ടുകയും ചെയ്യും. നല്ല ഹൈറ്റ് ഉള്ളവർ വിഷമിക്കേണ്ട, അവർക്കും എടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത്. നെക്ക് പാറ്റേൺ, നെക്കിലൊരു പാരലൽ ലൈനായിട്ട് പ്രിന്റ് വരുന്നുണ്ട്. അതിലേക്ക് നല്ല ഇതിന് മെയിൻ ഹൈലൈറ്റ് നല്ല ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ ഫ്രണ്ട് ഏരിയയിൽ ഈ ഒരു നല്ലൊരു ആന്റിക് ഫീല് വരുന്ന ആ ഒരു സെറി ബോർഡർ ഉണ്ടല്ലോ, അത് നല്ല രസമാണ്. 2.5 meters തന്നെയാണ് ദുപ്പട്ട വരുന്നത്. പ്യോർ ലിനൻ സിൽക്കിൽ വരുന്ന സെറ്റാണ്. ഫസ്റ്റ് വണ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് കേട്ടോ. മെറൂൺ എന്ന് പറയുമ്പോൾ റെഡിഷ് മെറൂൺ ആണ് ഫസ്റ്റ് വണ്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ്. ഇതിന്റെയൊക്കെ പ്രിന്റ് എന്നുള്ള സത്യം പറഞ്ഞാൽ നല്ല രസം. നോക്കിയൊക്കെ ഈ ആ ഒരു ഫിനിഷിങ് നോക്കിയാൽ മെറൂണിലേക്ക് ആ ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ, അത് വരുമ്പോൾ നല്ല രസമാണ്. ഫുള്ളി ബ്ലോക്ക് പ്രിന്റ് ആണ്. നാച്ചുറൽ ഡൈ ചെയ്തിട്ടുള്ളതാണ്. പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഡ്രൈ വാഷ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. നോക്കിയാൽ കട്ടിങ്ങിന്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ വരുന്നത്. ഇത് കുറച്ചുകൂടെ ലോങ് ആയിട്ട് വരുന്നുണ്ട്. 2.5 meters കൂടുതലുണ്ട്. അപ്പൊ സെന്റർ പാനലാണ് ഇതുപോലെ വരും. നെക്ക് പാറ്റേൺ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെന്റർ പാനലായിട്ട് വരും കേട്ടോ. ദുപ്പട്ട വരുന്നത് 2.5 meters തന്നെയാണ്. ടെസൽഡ് ആയിട്ടുള്ള നല്ല ആന്റിക് സെറി ബോർഡേഴ്സ് വരുന്ന ദുപ്പട്ട. ഭയങ്കര കംഫർട്ടബിൾ ദുപ്പട്ടയാണ് കേട്ടോ. നല്ല രസമാണ് ശരിക്കും. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു എലഗൻസ് ഫീൽ ചെയ്യും നമുക്ക്. അപ്പൊ ഇതാണ് ഒരു സെറ്റ് വരുന്നത്. ഇതിന്റെ ആ സെന്റർ പാനലത്തെ ഡിസൈൻ നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടുത്തത് വരുന്നത് നല്ലൊരു യെല്ലോ കളറാണ്. ശരിക്കും ഈ യെല്ലോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മഞ്ഞളിൽ നിന്നാണ് ഈ ഒരു ഷെയ്ഡൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും നല്ല നല്ല കളേഴ്സ്, നല്ല മാച്ച് ആയിട്ടുള്ള യെല്ലോ. ഭയങ്കര ചില യെല്ലോസ് നമുക്ക് ഇടുമ്പോൾ നമ്മൾ ഡള്ളായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ഇത് അങ്ങനത്തതല്ല. യെല്ലോയിലേക്ക് നല്ലൊരു ബോട്ടിൽ ഗ്രീനിൽ വരുന്ന കോമ്പിനേഷനാണ്. ഞാനിപ്പെട്ടുള്ള കളറിനോട് മാച്ചിങ് ആയിട്ട് വരും. അതുപോലെ 2.5 meters വരുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയിൽ ഇതുപോലെ ആന്റിക് ഷെയ്ഡിൽ വരുന്ന ഇത് കുറച്ചൊരു ഗോൾഡൻ ടച്ച് വരുന്നുണ്ട്. സെറി കാരണം യെല്ലോ അല്ല അതിലേക്ക് കളർ ആഡ് ചെയ്തിട്ടുള്ളത് കാരണം. ഇതാണ് ഒരു സെറ്റ് വരുന്നത്. 3 കളേഴ്സ് ഞാൻ കാണിച്ചല്ലോ. നെക്സ്റ്റ് 4ാമത്തെ ഷെയ്ഡ് വരുന്നത് ഇൻഡിഗോ ആണ്. ഇപ്പൊ ഇതിലൊരു ചെറിയ വാരിയേഷൻ വരുന്നത് അതിന്റെ സെന്റർ പാനലത്തെ ഡിസൈൻ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, പക്ഷെ സൈഡിലെ പ്രിന്റ് സിമിലർ ആണ് കേട്ടോ. അപ്പൊ ഡീപ്പർ ഇൻഡിഗോ ഷെയ്ഡാണ്. അതിലേക്ക് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോംബോ വരുന്നതാണ്. ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. ഫ്രണ്ട് പോർഷൻ എത്രയാണോ വേണ്ടത് ആ ഒരു ലെവലിൽ കട്ട് ചെയ്തിട്ട് ബാക്ക് ഏരിയയുടെ അപ്പർ ഏരിയയിലേക്ക് എന്ത് ചെയ്യുക, പീസ് ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ 2.5 meters വരുന്ന ദുപ്പട്ടയാണ്. ഗോൾഡൻ സെറി ആന്റിക് സെറി ബോർഡേഴ്സ് വരുന്ന കംഫർട്ടബിൾ ദുപ്പട്ട. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ദുപ്പട്ട നമുക്ക് കിട്ടുമ്പോൾ അത് സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ള കാരണം കുറച്ച് മാനേജബിൾ അല്ല നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ ഒന്ന് കൈയിട്ട് ഞെരിക്കാൻ തന്നെ ആളോക്കെ ആവും കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട കേട്ടോ. നെക്സ്റ്റ് വൺ സെയിം ഡിസൈനിന്റെ തന്നെ ഐവറി ടോണിൽ വരും. ഐവറി ഷെയ്ഡും ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ആ പാനൽ പ്രിന്റിലേക്ക് ഒരു ഇൻഡിഗോ ഷെയ്ഡും ആ ഒരു പെയിലല്ല ഒരു ഗോൾഡ് മസ്റ്റാർഡ് യെല്ലോയും കൂടെ വരുമ്പോൾ നല്ല രസമാണ്. അപ്പൊ ലെങ്ത്തിന്റെ കാര്യം മറക്കണ്ട. യോ ഇത്ര ലെങ്ത് അല്ലേ ഉള്ളൂ, എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിചാരം വേണ്ട. നമുക്ക് എത്ര ലെങ്ത്തിലുള്ളൂ ഫ്രണ്ട് ആ ഒരു ലെവലിൽ എത്ര വെച്ചാൽ 50 എബോവ് വരുന്ന പറ്റില്ല, ഒരു 50 up to 50 വരെയൊക്കെയുള്ള ലെങ്ത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. 2.5 meters വിത്ത് ടെസൽഡ് ആയിട്ടുള്ള ആന്റിക് സെറി ബോർഡേഴ്സ് വരുന്ന ദുപ്പട്ട കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് സെന്റർ പാനലിൽ കുറച്ച് തിക്ക് പ്രിന്റ് ആയിട്ട് വരുന്ന റൈറ്റ് ആണ്. പ്യോർ ലിനൻ സിൽക്ക് ആണ് വരുന്നത്. ലിനൻ മെറ്റീരിയൽ അറിയാലോ, നമുക്ക് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഫീൽ വരുന്നത്. അപ്പൊ ലിനൻ സിൽക്ക് ആയാലോ ഒന്നും കൂടെ അടിപൊളിയല്ലേ. അപ്പൊ ഇതാണ് ടോപ്പ് വരിക. ടോപ്പ് 2.5 meters കട്ടിങ് ആയിരിക്കും. ബാക്ക് പോർഷനിൽ പാനൽ ഇല്ല, ഫ്രണ്ട് ഏരിയയിൽ മാത്രമാണ് പാനൽ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ലെങ്ത് കൂട്ടണമെങ്കിൽ ബാക്കിൽ മേൽഭാഗത്തേക്ക് ജോയിന്റ് ഇടുക. 2.5 meters വരുന്ന പ്യോർ ലിനൻ സിൽക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ്. ഫുള്ളി ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്.
ഫസ്റ്റ് ഡിസൈൻ, സെക്കൻഡ് ഡിസൈനിലെ ഫസ്റ്റ് വൺ കേട്ടോ. നെക്സ്റ്റ് ഐവറി ടോൺ. ഐവറിയിലേക്ക് ഒരു പെയിലല്ല മസ്റ്റാർഡ് യെല്ലോ അതുപോലെ തന്നെ ഇൻഡിഗോ ഷെയ്ഡാണ് കോമ്പിനേഷൻ ഷെയ്ഡ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് ക്രേപ്പ് ലൈനിങ് അല്ലെങ്കിൽ 2x1 ആ ഒരു ലൈനിങ് യൂസ് ചെയ്താലും ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് സെൻട്രൽ പാനലായിട്ട് വരുന്നത്. അതിലേക്ക് ഫുള്ള് ഇതേ ഒരു കാറ്റഗറിയിൽ വരുന്ന ദുപ്പട്ട 2.5 മീറ്റേഴ്സ് ആയിരിക്കും. ഇതിന് മാത്രം ഹാൻഡ് എക്സറി അല്ല, പക്ഷെ എന്നാലും ഭയങ്കര കുത്തുന്ന ടൈപ്പ് യെല്ലോ അല്ല കേട്ടോ. എനിക്ക് നല്ല ബ്ലെൻഡായി പോകുന്ന ബോർഡറാണ് വരുന്നത്. ഇതാണ് ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ഡിസൈൻ ഇൻഡിഗോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ നല്ല രസമാണ് കേട്ടോ. ദുപ്പട്ടയുടെ കാര്യം മറക്കണ്ട. ദുപ്പട്ട നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ സ്റ്റാർച്ചുള്ള കാരണം നമുക്ക് മെരുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഫീൽ ചെയ്യും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അപ്പൊ അടുത്തത് ഇൻഡിഗോ ആണ്. ഇൻഡിഗോ വിത്ത് മെറൂൺ കോമ്പിനേഷൻ ആണ്. ഇതുപോലെ ഫുള്ളി ഫ്രണ്ട് പാനൽഡ് ആയിട്ടുള്ളത്. സൈഡ് പോർഷനിൽ നല്ലൊരു അടിപൊളി പ്രിന്റ്. ബാക്ക് ഫുള്ള് ആ ഒരു സൈഡ് പോർഷനിലെ പ്രിന്റ് ആണ്, പാനലിൽ ഇല്ല കേട്ടോ. അതിലേക്ക് 2.5 മീറ്റേഴ്സ് വരുന്നപ്പെട്ട സിമിലർ പ്രിന്റ് വിത്ത് പല്ലു പോർഷൻ ഒരു പാനൽ പ്രിന്റിന്റെ സിമിലർ ആയിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത്. ആന്റിക് സെറി ബോർഡേഴ്സ് ആണ് രണ്ട് സൈഡിൽ വരുന്നത് കേട്ടോ. നല്ലൊരു ഇൻഡിഗോ, ഡീപ്പർ ഇൻഡിഗോ ടോൺ. അടുത്തത് നല്ലൊരു യെല്ലോ. യെല്ലോ പറയുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് വേറൊരു ടൈപ്പ് യെല്ലോ കിട്ടും കേട്ടോ. ഒരു ഭയങ്കര കുത്തുന്നൊരു തരം കളറുള്ളത്. പക്ഷെ ഇത് നിന്നുണ്ടല്ലോ നല്ലൊരു യെല്ലോ ആണ്. നമുക്ക് ഫേസിലേക്ക് ഒരു ബ്രൈറ്റഡ് എഫക്റ്റ് കിട്ടുന്ന ഒരു യെല്ലോ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ആണ്. സെന്റർ പാനലിന്റെ ആയിട്ട് സൈഡിൽ കുറച്ച് നല്ല ഒരു പ്രിന്റ് വരുന്നത്. സെയിം പ്രിന്റ് തന്നെ ബാക്ക് ഏരിയയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. 2.5 മീറ്റേഴ്സിൽ വരുന്ന ദുപ്പട്ട, ടെസൽഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. കംഫർട്ടബിൾ ദുപ്പട്ട കേട്ടോ. ഇതാണ് ഒരു സെറ്റ് വരുന്നത്. അതും ഓഫർ റേഞ്ച് ആണ്, അവിടെ മിസ് ചെയ്യണ്ട. അടുത്തത് ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്ക് വിത്ത് നല്ല ഡാർക്കർ മെറൂൺ കളറിൽ വരുന്ന കോമ്പിനേഷൻ ആണ്. 2.5 മീറ്റേഴ്സ് ആയിരിക്കും ടോപ്പിന്റെ മെറ്റീരിയൽ വരിക. ദുപ്പട്ടയും 2.5 മീറ്റേഴ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇങ്ങനെ സെന്റർ പാനലിനായിട്ടുള്ള നല്ലൊരു പ്രിന്റ് ആണ്. കുഞ്ഞു തിക്കായിട്ടുള്ള പ്രിന്റ് ആണ് പാനലിൽ വരിക. അതുപോലെ 2.5 മീറ്റേഴ്സിൽ വരുന്ന ദുപ്പട്ട വിത്ത് ടെസൽ വരുന്നത് കേട്ടോ. അതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ 2 ഡിസൈൻസ് ആണ് കാണിച്ചത്. ഓരോന്നിനും 5 ഷെയ്ഡ്സ് വെച്ച് കാണിച്ചിട്ടുണ്ട്. ഓഫർ റേഞ്ച് ആണ് 500 ആയിരിക്കും എമൗണ്ട് ലെസ് വരിക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ വരാം. ഇഷ്ടമായിട്ട് സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ വരാം. ഇതിലേക്കും ബൈ.